റേഷൻ കാർഡിനായുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന നിർദ്ദേശം ഇനിയും നടപ്പായില്ല. ജൂലൈ 16 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താമെന്ന പ്രഖ്യാപനമാണ് പാഴ്വാക്കായത്. ജൂൺ 25-ാം തീയതി മുതൽക്കാണ് പുതിയ റേഷൻ കാർഡിനായും കാർഡിലെ തിരുത്തലുകൾക്കായും അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്. വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് അപേക്ഷ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത്. അനിയന്ത്രിതമായ തിരക്കുമൂലം റേഷൻ കാർഡ് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 16 മുതൽ ഇപ്രകാരം ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ സെർവറിലെ പോരായ്മകൾ മൂലം ഓൺലൈൻ അപേക്ഷകൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴി 25 രൂപ ഫീസ് നിശ്ചയിച്ച് റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കാമെന്നായിരുന്നു ധാരണ. തിരുവനന്തപുരം, ചിറയൻകീഴ് എന്നിവിടങ്ങളിൽ പൈലറ്റ് പ്രൊജക്റ്റായി ഓൺലൈൻ അപേക്ഷ നടപ്പാക്കിയെങ്കിലും പദ്ധതി വിപുലീകരിക്കാനായിട്ടില്ല. ഓൺലൈൻ അപേക്ഷകൾ എന്നു മുതൽ നടപ്പാക്കാനാകുമെന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനവും നിർദ്ദേശവും ഇനിയും ഉണ്ടായിട്ടില്ല. റേഷൻ കാർഡിനായുള്ള അപേക്ഷകളുടെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ജില്ലയിൽ 6 താലൂക്കുകളിലായി 64,411 അപേക്ഷകളാണ് ലഭ്യമായിട്ടുള്ളത്. 17,085 അപേക്ഷകൾ ലഭിച്ച തലപ്പള്ളി താലൂക്കിലാണ് കൂടുതൽ അപേക്ഷകൾ ലഭ്യമായത്. തൃശൂർ താലൂക്കിൽ 14,123 അപേക്ഷകൾ ലഭിച്ചു. ചാവക്കാട് താലൂക്കിൽ 12,014 അപേക്ഷകളും ചാലക്കുടിയിൽ 7,385 അപേക്ഷകളും മുകുന്ദപുരത്ത് 7,345 അപേക്ഷകളും ലഭ്യമായി. 6,459 അപേക്ഷകൾ ലഭിച്ച കൊടുങ്ങല്ലൂർ താലൂക്കിലാണ് താരതമ്യേന കുറവ് അപേക്ഷകൾ ലഭിച്ചത്. റേഷൻ കാർഡിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന നടപടികൾ 2ാം ഘട്ടമായി തുടർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് TCV.